മലയാറ്റൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. ആടിനെ കടിച്ചുകൊന്ന നിലയിൽ കണ്ടെത്തി. പുലിയെന്ന് നാട്ടുകാർ. ന്യൂമാൻ സ്കൂളിന് സമീപമാണ് സംഭവം. ഭയപ്പാടിൽ പ്രദേശവാസികൾ. ഈ ഓണത്തോടനുബന്ധിച്ച് ഓണം മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇനി മലേഷ്യയിലേക്ക് പോകാം. ഇത് സ്വപ്നം. അപ്പോ ഈ ഓണം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. മലയാറ്റൂർ കടപ്പാറയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ഒരു ആടിനെ ചത്ത നിലയിൽ കണ്ടെത്തി. പുലിയാണ് ആടിനെ കടിച്ചു കൊന്നതെന്നാണ് നാട്ടുകാരുടെ നിഗമനം. ന്യൂമാൻ സ്കൂളിന് സമീപത്താണ് ആടിന്റെ ജഡം കണ്ടെത്തിയത്. നിരവധി കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സമീപത്ത് ഇത് സംഭവിച്ചതോടെ പ്രദേശത്ത് ആശങ്കയാണ് നിലനിൽക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈ പ്രദേശങ്ങളിൽ മൊത്തം കാട്ടാനയുടെയും പുലികളുടെയും ശല്യമായി നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഫോറസ്റ്റ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല, കൃത്യമായ റിപ്പോർട്ട് കൊടുക്കുന്നില്ല. ഇത്ര സംഭവം നടന്നിട്ട് പോലും ഫോറസ്റ്റിൻ്റെ ഒരു റേഞ്ചർ മാത്രമേ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ. DF അടക്കമുള്ള ഒരു വിദ്യാലയമാണ്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന മലയാറ്റൂർ അടിവാരത്തിൽ ന്യൂമാൻ അക്കാദമിയാണ് ഇവിടെ. ഈ അക്കാദമിയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു വണ്ടി വന്ന് വെറുതെ അങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നതല്ലാതെ. പുലിയെ പിടികൂടുന്നതിനായി കൂട് വെക്കണം എന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതികരിച്ചു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികളുടെ സുരക്ഷയും ഒപ്പം മുൻനിർത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പുലിയെ പിടിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ക്യാമറ വെക്കുന്നതിന് അടിയന്തരമായിട്ട് അവർ ക്യാമറ വെക്കുന്നതിനായിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കൂട് വെച്ച് പുലിയെ പിടിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യത്തിൽ ശക്തമായി നടപടിയെടുക്കാമെന്ന് CCF സമ്മതിച്ചിട്ടുണ്ട്. CCTV ഇന്ന് തന്നെ സ്ഥാപിക്കാം, എന്നിട്ട് നാളെ പരിശോധിച്ചിട്ട് കൂട് വയ്ക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ ഇപ്പോൾ ഉള്ള വന്യമൃഗ ആക്രമണത്തെക്കാൾ കൂടുതൽ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ എന്നുള്ള നിലയ്ക്ക് ഇത് വളരെ ഗൗരവമാണ്. ഗവൺമെന്റ് തന്നെ ഈ കാര്യത്തിൽ ഗൗരവമായിട്ട് കാണണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. നേരത്തെയും സമീപ പ്രദേശത്ത് പുലിയെ കണ്ടതായി റിപ്പോർട്ടുണ്ടായിരുന്നു എങ്കിലും അന്ന് കൂട് വയ്ക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ഇതിനെതിരെയും നാട്ടുകാർ പ്രതിഷേധം പ്രകടിപ്പിച്ചു. AM ന്യൂസ് നെറ്റ്വർക്ക്, പെരുമ്പാവൂർ. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. ആന്റിക്, ചെട്ടിനാട്, ടർക്കിഷ്, സിംഗപ്പൂർ, കൽക്കത്ത, രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം 3000 രൂപ മുതൽ. തിരികെ നൽകുമ്പോൾ 95% ബൈബാക്ക്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി. തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം.